സദ്ഗുരുശരണം. അപ്പോൾ ഇന്ന് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു നവോലി എന്ന് പറയുന്ന ഈ ബുക്കിനെ ആസ്പദമാക്കിയുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒട്ടനവധി കോളുകൾ വന്നിരുന്നു. കാരണം ഇതിനെന്താണ് ഒരു സത്യം ഒളിഞ്ഞു കിടക്കുന്നത് എന്നുള്ള അറിയാനുള്ള ജിജ്ഞാസ. കാരണം 300 പേജുള്ള ഈ ബുക്കിൽ ആ സത്യം ഇത് മൊത്തം വായിച്ചിട്ട് കണ്ടെത്തുക എന്നുള്ള പറഞ്ഞാൽ ഒട്ടനവധി സത്യങ്ങളുണ്ട്. അതിൽ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു സത്യം എന്ന് പറഞ്ഞാൽ അത് കണ്ടെത്തുക. എന്താണ് അവർ ചോദിച്ചത് വെച്ചാൽ എന്താണ് അതിനുള്ള യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ച സത്യം എന്താണ്, അപ്പോൾ അനുഭവ സാക്ഷ്യം എന്താണ്, അതറിയാനുള്ള ജിജ്ഞാസയെ പുറത്ത് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതൊന്ന് ദൂരീകരിക്കാൻ വേണ്ടി എല്ലാവരുടെയും. അപ്പോൾ ആ ബുക്ക് ദൂരീകരിക്കുന്നതിന് മുമ്പ് ഞാൻ 1-2 ബുക്കുകൾ പരിചയപ്പെടുത്താം. 1-2 ബുക്കുകളും 1-2 കുറിപ്പുകളും പരിചയപ്പെടുത്താം. എന്നിട്ട് അത് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞുതരാം. ഇത് 2000 സെപ്റ്റംബറിൽ അടിച്ചിറക്കിയ നവോലി എന്ന് പറഞ്ഞ ആശ്രമം ബാൻ ചെയ്ത ബുക്കാണിത്. അതറിയാമല്ലോ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്തായിട്ട് നവജ്യോതിശ്രീ കരുണാകര ഗുരു എന്ന് പറയുന്ന ജീവചരിത്രം, ഗുരുവിൻ്റെ ജീവചരിത്രം എന്ന് പറഞ്ഞ് 40 രൂപക്ക് പ്രിൻ്റിട്ട് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ട് അടുപ്പിച്ച് ഇറക്കിയ സ്വാമി ഗുരുജ്ഞാന തപസ്വി എഴുതിയെന്നറിയപ്പെടുന്ന ബുക്കാണിത്. ഇത് ഗുരുവിൻ്റെ ജീവചരിത്രം എന്നുള്ളത്. ഇത് യഥാർത്ഥത്തിൽ പോകുമ്പോഴുള്ളൂ. ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോൾ ഇതിൻ്റെ ഒത്തിരി എഡിഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു എഡിഷനിൽ ഇറങ്ങിയ ബുക്കാണിത്. ഇതിൻ്റെ മുമ്പുള്ളതുകൊണ്ട് ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോൾ ഇറങ്ങിയ ബുക്കാണിത്, ഗുരുവിൻ്റെ ജീവചരിത്രം എന്നുള്ളത്. അതിൽ ആദിസങ്കല്പ ലയനദിനത്തിൻ്റെ ആ ഒരു ഇത് മാത്രമേ ഇല്ലാതുള്ളൂ. ബാക്കിയെല്ലാം ഗുരുവിൻ്റെ ചരിത്രത്തിൽ ഗുരു എവിടെയാണ് ജനിച്ചത്, ആരുടെയെല്ലാം മകനായിട്ടാണ് ജനിച്ചത് എന്ന് വെച്ചാൽ അമ്മ, അച്ഛൻ, പിന്നെ വീട്ടുകാർ, കുടുംബം, ചിറ്റേക്കാട്ട് കുടുംബത്തിലാണ് ജനിച്ചത് എന്ന് പറയുന്ന ആ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതിൽ വിശദമായിട്ട്. ആകെ ഇല്ലാതെയുള്ളതെന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ആദിസങ്കല്പ ലയനദിനം മാത്രമാണ് ഇതിലില്ലാതെയുള്ളത്. ബാക്കി ഒട്ടുമിക്ക കാര്യങ്ങളും ഇതിൽ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ബുക്കും പരിചയപ്പെടാം. അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ജീവചരിത്രം എന്ന് പറയുന്ന ബുക്ക് ഇദ്ദേഹം അടിച്ചിറക്കിയത് ആര് എഴുതിയ ബുക്ക്, ആരെഴുതിയ ആ ചരിത്രമാണെന്നുള്ളതും ആരാണ് ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതി കൊടുത്തതെന്നുള്ളതും ഇതെന്തിനു വേണ്ടിയാണെന്നുള്ളതാണ്. ആ 2 കാര്യങ്ങൾ പറയാം. അത് യഥാർത്ഥത്തിൽ ആ ജീവചരിത്രം എഴുതാനായിട്ട് ആഗ്രഹിച്ച് ചോദിച്ചപ്പോൾ അമൃതാജന്യെ അനുവാദം കൊടുത്തിട്ട് അത് എഴുതിയതും ശ്രീ ഫൽഗുണൻ എന്ന് പറയുന്ന ശ്രീ ഫൽഗുണൻ ശ്രീനിലയം, നെല്ലിക്കാട്, ശാന്തിരി പി ഒ, പോത്തങ്കോട്, തിരുവനന്തപുരം എന്ന അഡ്രസ്സിലുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഗുരുവിൻ്റെ അതിനുവേണ്ടി തയ്യാറാക്കിയ എന്താ പറയുക ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഗുരുവിൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ പിന്നെ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാനിത് പറഞ്ഞു പോകാം, ഇതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു പോകാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ 11 പേജുകളുണ്ട്. ഇത് ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ഇതിൽ നിന്നാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ 2006-2008 അദ്ദേഹം എഴുതിയത്. ഇത് കൊണ്ടേ കൊടുത്തിട്ടാണ് അനുവാദം വാങ്ങിക്കുന്നത്. എന്നുവെച്ചാൽ അന്ന് എല്ലാ കാര്യങ്ങളും ഇന്നത്തെ മഠാധിപതി എന്നറിയപ്പെടുന്ന അമൃതാജന്യയുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അവർ അനുവാദം കൊടുത്തിട്ട് അദ്ദേഹം ഇതിൽ നിന്ന് പോയിൻറ്റ്സുകളിൽ നിന്നാണ് ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതുന്നത്. ആ ജീവചരിത്രം കൊണ്ട് സങ്കല്പിച്ച് തിരിച്ചു മേടിക്കാൻ കൊണ്ട് കൊടുത്തപ്പോൾ അവർ അതവിടെ മേടിച്ചു വെച്ചു. മനസ്സിലായില്ലേ? അതപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ജീവിത ചരിത്രം എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉള്ള ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളല്ല, പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ മാത്രം. ഗുരുവിനെ സംബന്ധിക്കുന്ന ജീവിതത്തിലെ ആദ്യസങ്കല്പം വരെയുള്ള ഒരു ചെറിയ എന്താ പറയുക പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നാണ് അദ്ദേഹം എഴുതിയത്. അപ്പോൾ അതിവിടെ പറഞ്ഞു വെക്കാം. അടുത്തതെന്ന് പറഞ്ഞാൽ ലിംക ബുക്ക് അവാർഡിന് വേണ്ടി ഈ ബുക്ക് ചെറിയ ടൈം പീരീഡിൽ ഇത്രയും കോപ്പി അടിച്ചിറക്കണമെന്ന് പറഞ്ഞ് ഈ ശാന്തിഗിരിയിൽ നിന്ന് ഞാനന്ന് സെക്യൂരിറ്റി ഓഫീസിലായിരുന്നപ്പോൾ അങ്ങോട്ട് അയച്ച മെയിലിൻ്റെ ഒരു കോപ്പിയാണ് അത്. എന്നുവെച്ചാൽ യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ ഒരു ഭക്തി മുഖാന്തരം മാത്രമല്ല, ഇങ്ങനെയൊരു അവാർഡിന് വേണ്ടി ശ്രമിച്ചതാണ് പേരെടുക്കാനായിട്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ശാന്തിഗിരി ആശ്രമം എന്ന് പറഞ്ഞാൽ ചാരിറ്റബിൾ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. 88/78 എന്ന് വെച്ചാൽ 88-ാം നമ്പറായിട്ട് തിരുവനന്തപുരം ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ 1978 രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്.
അപ്പോൾ അതിൻ്റെ ഇടക്കെന്ന് പറഞ്ഞാൽ ഒട്ടനവധി അമെൻമെൻറ്റുകൾ വന്നിട്ടുണ്ട് ബൈലോയിലൊക്കെ. അപ്പോൾ ആ ബൈലോയിൽ അമെൻമെൻറ്റുകൾ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അമെൻമെൻറ്റ് ചെയ്യുമ്പോൾ ഒരു ചാരിറ്റബിൾ ആക്ട് എന്ന് വെച്ചാൽ ഒരു ബൈലോയിൽ നിന്ന് തിരുത്തി അടുത്തതിലേക്ക് പോകുമ്പോൾ അതിന് കണക്റ്റഡ് ആയിരിക്കണം എല്ലാം. അല്ലാതെ അപ്പാടെ മാറ്റിക്കൊണ്ട് ഒരു ബൈലോയും തിരുത്താൻ പാടില്ല. അത് അങ്ങനെയാണ് രജിസ്റ്റർ ഓഫീസിലെ നിയമം. പക്ഷേ 2021 ഞാൻ കൊടുത്ത എൻ്റെ പേരിൽ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ബൈലോകൾക്ക് വേണ്ടി ഞാൻ 2016 തൊട്ട് ശ്രമിക്കുന്നു ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ. പക്ഷേ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബൈലോ തരും. ഈ അടുത്ത കാലത്ത് രജിസ്റ്റർ കൊണ്ട് സമർപ്പിച്ച ഏതെങ്കിലും ഒരു അമെൻമെൻറ്റിൻ്റെ കോപ്പി എന്നിട്ട് ഇതാണ് ബൈലോ എന്ന് പറഞ്ഞ് തരും. അങ്ങനെ 2021 ഈ കഴിഞ്ഞ ഇടയ്ക്ക് വരെ ഞാൻ ആ ബൈലോകൾക്ക് വേണ്ടി ശ്രമിച്ചു. പക്ഷേ 2021 ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ WPC നമ്പർ 18253 എന്ന് വെച്ചാൽ 18253/2021 ഒരു റിട്ട് ഫയൽ ചെയ്തു. ആ റിട്ടിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലാ രജിസ്ട്രാർ കൊണ്ട് കൊടുത്തിരിക്കുന്നത് സത്യവാങ്മൂലമാണ്. കാരണം ഗുരു ശരീരത്തോടെ ഇരുന്ന സമയം വരെയുള്ള ബൈലോകൾ ആ ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാണ്. പഴയ ബൈലോകളില്ല എന്നുവെച്ചാൽ 1999 78 രജിസ്റ്റർ ചെയ്ത ഈ പറയുന്ന ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ബൈലോകൾ തിരുവനന്തപുരം ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ 1999 മെയ് 6 അതായത് മേയുടെ 23 ഗുരു ശരീരം വിടുന്നത് വരെയുള്ള ബൈലോകൾ നശിക്കപ്പെട്ടു എന്ന് പറയുന്ന സത്യവാങ്മൂലം. നശിക്കപ്പെട്ടതാണോ നശിപ്പിക്കപ്പെട്ടതാണോ എന്നുള്ളത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ ഇതൊന്നും ഇവിടെ ഞാൻ പറഞ്ഞു വയ്ക്കുന്നു. കാരണം വെച്ചാൽ ഗുരു ശരീരത്തോടെ ഉണ്ടായിരുന്ന തുടർച്ചയാണല്ലോ ഇത്. അപ്പോൾ ഇന്നത്തെ അവകാശികളും അധികാരികളും എങ്ങനെ വന്നിരിക്കുന്നു എന്നുള്ളത് ഞാൻ ഇതിൻ്റെ അവസാനം പറഞ്ഞുതരാം. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് വിശദമായിട്ട് ആ വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ നവോലിയുടെ ഈ ബുക്കിൻ്റെ നവോലി എന്ന് പറയുന്ന ഈ ബുക്കിൻ്റെ 236 തൊട്ട് 242 വരെയാണ് നമ്മുടെ ഷൈലാമ്മ എന്ന് പറയുന്ന ശൈലജ സുന്ദരേശൻ. വ്യക്തമായിട്ട് പറഞ്ഞാൽ ഗുരുവിന് പോത്തങ്കോട് ശാന്തിഗിരി ആശ്രമത്തിൽ ഗുരുവിന് ആദ്യമായിട്ട് 50 സെൻറ്റ് ഭൂമി നൽകി ഗുരുവിനൊരു ആശ്രമം തുടങ്ങാനുള്ള ഭൂമി നൽകിയ ഗംഗാരം പോലെയുള്ള മക്കളിലൊരാളാണ് സുന്ദരേശൻ എന്ന് പറയുന്ന അഡ്വക്കറ്റായിരുന്നു അദ്ദേഹം. പിന്നെ APP ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം ആശ്രമ പ്രസിഡൻ്റായിരുന്നു. ഗുരു ശരീരത്തോടെ ഉള്ളപ്പോഴും എന്താ പറയുക, അത് കഴിഞ്ഞും ആശ്രമ പ്രസിഡൻ്റായിരുന്നു. പിന്നെ അദ്ദേഹത്തിനൊരു വ്യത്യാസം വന്നതെന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ദേഹവിയോഗ ശേഷം പല ഗൃഹസ്ഥാശ്രമികളെയും സന്യാസിമാരാക്കിയപ്പോൾ സ്വാമിയോട് ഈ പറയുന്ന അദ്ദേഹത്തിനോടും സന്യാസ ജീവിതം നയിക്കണമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ മഞ്ഞ വസ്ത്രമല്ല വെള്ള വസ്ത്രവും ഒരു കാവിഷാളും. അതിപ്പോഴത്തെ അമൃതാജന്യ എന്ന് പറയുന്ന ആ മഠാധിപതി എന്ന് പറഞ്ഞിരിക്കുന്ന അവർ കൊടുത്തതാണ് അങ്ങനെ ഒരു നിർദ്ദേശം. ദർശനത്തിൽ ഗുരു അറിയിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചെയ്യിപ്പിച്ചത്. അപ്പോൾ ആ പിന്നെ ഗുരു എന്നുവെച്ചാൽ സുന്ദരേശൻ വക്കീൽ പിന്നീട് സന്യാസം സ്വീകരിച്ചപ്പോൾ ഗുരുഭക്തൻ സ്വാമിയായിട്ട് മാറി. സ്വാമി ഗുരുഭക്തൻ ജ്ഞാനതപസ്യായിട്ട് മാറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ശൈലജ സുന്ദരേശൻ, അപ്പോൾ ആ ചേച്ചിയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ഈ നവോലി എന്ന് പറയുന്ന മാഗസിൻ ബുക്കിൽ അനുഭവ സാക്ഷ്യം. അപ്പോൾ അതിനുള്ള പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നുവെച്ചാൽ മെയ് 6 ഗുരു ശരീരം വിടുന്ന ദേഹവിയോഗം ചെയ്യുന്ന ആ മെയ് 6 ഈ ചേച്ചി മാത്രമാണ് ആ റൂമിലുണ്ടായിരുന്നത്. ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഗുരു ഈ വിഷം വരികയും ഗുരു ദേഹവിയോഗം ചെയ്യുകയും ചെയ്തു. മനസ്സിലായോ? ഇത് ഞാൻ സ്ക്രോൾ ചെയ്ത് കാണിക്കാം. ഇത് വായിച്ചും ഇത് സ്ക്രോൾ ചെയ്തും ഞാൻ കാണിക്കാം. ഇതിൻ്റെ എന്നുവെച്ചാൽ നവോലി പേജ് നമ്പർ 236 മുതൽ 242 വരെയുണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് ഇതിൽ ഹൈലൈറ്റ് എന്നെ സംബന്ധിച്ചുള്ളൂ. കാരണം അത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഇതിന് പ്രസക്തി വരുന്നത് ഈ ബുക്കിൻ്റെ അവസാനം ഗുരുവിൻ്റെ ആദിസങ്കല്പ ലയനദിനം എന്ന് പറയുന്നത് വെറും ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഇല്ലാ കഥകൾ എഴുതി വെച്ചുകൊണ്ടാണ് ഈ ബുക്കിൻ്റെ അവസാനം ഗുരുവിൻ്റെ ആദിസങ്കല്പ ലയനദിനം എന്ന് പറയുന്ന
ആ ദിവസത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ സംസാരിക്കാം. ഈ ബുക്ക് ലിംക ബുക്ക് അവാർഡിന് വേണ്ടി, അതായത് ഈ പറയുന്ന ഈ ലിംക ബുക്ക്, ഈ സർക്കുലറിൽ പറയുന്ന ലിംക ബുക്ക് അവാർഡിന് വേണ്ടി എന്ന് വെച്ചാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്രയോ കോപ്പികൾ വിറ്റ് 5 ലക്ഷം കോപ്പി അവർ വിറ്റഴിച്ചാലാണ് ഈ പറയുന്ന ലിംക ബുക്ക് അവാർഡ് കിട്ടുന്നത്. ഇദ്ദേഹത്തിന് ഇത് എഴുതിയെന്ന് അവകാശപ്പെടുന്ന ആൾക്ക് എന്നുവെച്ചാൽ യഥാർത്ഥത്തിൽ എഴുതിയത് ഇദ്ദേഹമല്ല, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടുന്നതിന് വേണ്ടി പരമ്പരയിലെ മൊത്തം വിശ്വാസികൾ മൊത്തം സ്ഥലത്തും എന്നുവെച്ചാൽ ഇത് എൻ്റെ കയ്യിൽ ഇരിക്കണമെന്ന് വെച്ചാൽ 20 കോപ്പിയോളം എനിക്ക് കൊണ്ടുവന്ന് അടിച്ചേൽപ്പിച്ചു. അതെങ്ങനെയാ വെച്ചാൽ 20 കോപ്പിക്ക് 800 രൂപ. ഓരോ യൂണിറ്റിലെയും ഓരോ വ്യക്തികൾ, ഏരിയ തിരിച്ചുള്ള യൂണിറ്റുകളിൽ ഓരോ വ്യക്തികളും ഓരോ കുടുംബങ്ങളും 20 കോപ്പി വീതം എടുക്കണം. സാമ്പത്തികം അനുസരിച്ച്, അംഗബലം അനുസരിച്ച് എടുത്തിട്ട് നമ്മളിപ്പോൾ അന്ന് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ അന്ന് എനിക്ക് കൊണ്ട് തന്നത് നിർബന്ധിതമായിട്ട് തന്നെയാണ് 800 രൂപ തന്നത് 20 കോപ്പി. വീട്ടിൽ ഇരിപ്പുണ്ട്. എന്ന് വെച്ചാൽ ഇവർ പറയുന്നത് വെച്ചാൽ ബന്ധുക്കൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും, നമ്മൾക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. ഇത് കേരളം മൊത്തം എന്നല്ല, ഈ ശാന്തിഗിരിയായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരിൽ കിടക്കുന്ന ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലത്തും ഈ ബുക്ക് ഇദ്ദേഹം ഈ രീതിയിൽ വിറ്റഴിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അതിലൂടെ ലാഭമുണ്ട്. ഈ ബുക്കിലൂടെയുള്ള ലാഭം അദ്ദേഹത്തിന് കിട്ടും സ്വന്തമായിട്ട്. അതൊരു വശം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ആശ്രമത്തിൻ്റെ ചിലവിലാണ് ഈ ബുക്ക് മൊത്തം വിറ്റത്. പിന്നെ മൂന്നാമതെന്ന് പറഞ്ഞാൽ ഈ അവാർഡ് സ്വയം പ്രശസ്തിക്ക് വേണ്ടി, സ്വന്തം പ്രശസ്തിക്ക് വേണ്ടി ഗുരുവിൻ്റെ ജീവചരിത്രം വിറ്റ, സ്വന്തമായിട്ട് എഴുതിയെന്ന് അവകാശപ്പെട്ട് വിറ്റ ഏക വ്യക്തി എന്ന് പറയുന്നാൽ ഇദ്ദേഹമാണ്. മനസ്സിലായോ? അടുത്തതിലേക്ക് വരാം. ഈ ജീവചരിത്രം എഴുതിയത് ആരാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. ജീവചരിത്രം യഥാർത്ഥത്തിൽ എഴുതിയത് ശ്രീ ഫൽഗുണൻ എന്ന് പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹമാണ്. അദ്ദേഹം 11 പേജുള്ള ഈ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും, ഗുരു ജനിച്ച് അന്ന് മുതലുള്ള ഗുരു ആയുസങ്കല്പത്തിൽ ലയിക്കുന്ന വരെയുള്ള സകലമാന ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളും അദ്ദേഹം ഈ 11 പേജിൽ എഴുതിയിട്ടുണ്ട്. ഈ 11 പേജിൽ നിന്നാണ് ഈ ജീവചരിത്രം അദ്ദേഹം എഴുതാനായിട്ട് അമൃതാജിനി പറഞ്ഞ് അദ്ദേഹം എഴുതുകയും അദ്ദേഹം ഈ ജീവചരിത്രം സങ്കല്പിച്ച് വായിക്കാൻ, എന്ന് വെച്ചാൽ ഈ ആശ്രമത്തിൻ്റെ ചരിത്രത്തിൽ എന്ന് പറഞ്ഞാൽ ഓരോ സാധനങ്ങൾ, ഇപ്പോൾ ഒരാൾ പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ ആ പരീക്ഷയുടെ എഴുതുന്നതിന് മുമ്പ് ഗുരു ഉള്ള സമയത്ത് ആ പേന കൊണ്ട് സങ്കല്പിച്ച് വാങ്ങിച്ചിട്ട് ഗുരു സങ്കല്പിച്ച് കൊടുത്തിട്ട് ആ പേന കൊണ്ട്, ഞാൻ എൻ്റെ SSLC എഴുതിയത് അങ്ങനെയാണ്. ഗുരു സങ്കല്പിച്ചെന്ന പേന കൊണ്ടാണ് SSLC എഴുതി വിജയിച്ചത്. അപ്പോൾ അങ്ങനെ എല്ലാവരും അവരുടെ ജീവിതത്തിൻ്റെ എന്ത് പ്രധാനപ്പെട്ട കാര്യം ഉണ്ടെങ്കിലും ഗുരുവിൽ സമർപ്പിക്കും. ഒരാളൊരു വസ്തു മേടിച്ചാൽ തന്നെ ഗുരുവിൻ്റെ കൈ കൊണ്ടുവന്ന് കൊടുത്ത് സങ്കല്പിച്ച് വാങ്ങിച്ചിട്ടാണ് അവരത് പിന്നെ എന്താ പറയുക വീട്ടിൽ സൂക്ഷിക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു സർട്ടിഫിക്കറ്റ് തന്നെ. അപ്പോൾ ഇതുപോലെ ഈ പറയുന്ന ശ്രീ ഫൽഗുണൻ ചേട്ടൻ, അദ്ദേഹം നമ്മുടെ മാഗസിനുകളിലൊക്കെ ഒത്തിരി ഇത് എഴുതിയിട്ടുള്ളതാണ്. ആത്മകഥയും കാര്യങ്ങളും ഒത്തിരി കാര്യങ്ങൾ ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അത് സുവർണ അവസരമായിട്ട് അദ്ദേഹം അത് എഴുതി ഈ അമൃതാജിനിയുടെയൊക്കെ കൊണ്ട് കൊടുത്തപ്പോൾ അമൃതാജിനി അത് വാങ്ങി മാറ്റി വെക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവൻ പോകുന്നിടത്തോളം കാലം ഇത് പ്രസിദ്ധീകരിക്കാനോ ഇത് തിരിച്ചു കൊടുക്കാനോ ഒന്നും ഈ അമൃതാജിനി തുനിഞ്ഞില്ല. പിന്നീട് അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന 2016 ഈ പറയുന്ന ജീവചരിത്രം ഗുരുരത്നസ്വാമി എഡിറ്റ് ചെയ്തു. അദ്ദേഹം എഴുതിയ ആ ജീവചരിത്രത്തെ അപ്പാടെ മാറ്റിമറിച്ചുകൊണ്ട് ഈ ഗുരുരത്നസ്വാമിയുടെ ചേട്ടനായ അൽചർത്തയുമായിട്ട് അതിനെ എഡിറ്റ് ചെയ്ത് അവസാനം വികലമായിട്ടാണ് ആ ബുക്ക് ഇറങ്ങിയത്. വികലമായിട്ട് ഒരു യഥാർത്ഥ ജീവചരിത്രം എങ്ങനെ ആയിരിക്കരുത് എന്നുള്ള രീതിയിലാണ് ആ ബുക്ക് ഇറങ്ങിയത്. അത് അമൃതാജിനിയുടെ പൂർണ്ണ സമ്മതത്തോടെയാണ്. പക്ഷേ അതിൽ അവസാന നിമിഷം അമൃതാജിനിയുടെ ഗുരുവല്ല ഏൽപ്പിച്ചെന്ന് പറഞ്ഞിട്ട് അത് അവസാനിപ്പിച്ചിരിക്കുന്നത് മൊത്തം നാടകമാണ്, മൊത്തം ഫാബ്രിക്കേറ്റ് ചെയ്തതാണ്. മനസ്സിലായോ? നിയമപരമായിട്ടുള്ള ഒരു രീതിയിലും അമൃതാജിനിയുടെ ഗുരു ഈ ഇത് പിന്തുടർച്ച ഏൽപ്പിച്ചിട്ടില്ല. ഈ ഗുരുമാർഗം പ്രകാശന ചാനലിൽ 155, 156 ഗുരുവാണികൾ ശ്രവിച്ചാൽ മനസ്സിലാവും. നമ്പർ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഗുരുവാണികൾ ശ്രവിച്ചാൽ മനസ്സിലാവും ഗുരുപ്രസ്ഥാനത്തെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് പിന്നെ അതിലൂടെ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായിട്ട് ഗുരു അതിന് എങ്ങനെ മാർഗനിർദ്ദേശം, ഒരു വ്യക്തിയിൽ ഒരിക്കലും ആശ്രമഭരണ നേതൃത്വം പോകരുതെന്ന് ഗുരു അടിവരയിട്ട് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നതാണ് വീഡിയോയിൽ. ഇപ്പം ഞാനിത് പറഞ്ഞു വയ്ക്കുകയാണ്.
ഇതാണ് എന്താ പറയുക സർക്കുലർ, എനിക്ക് കിട്ടിയ സർക്കുലർ. ഇതും കാണിക്കുന്നതാണ് സൈഡിൽ. പിന്നെ ഇതാണ് ഗുരുവിൻ്റെ ജീവചരിത്രമുള്ള പൂവും മുള്ളും എന്ന് പറഞ്ഞ ബുക്ക്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ജീവചരിത്രം ഇത് ഈ ബുക്കാണ് ഇന്ന് നശിപ്പിക്കപ്പെട്ടേക്കുന്നത്, ആശ്രമം തന്നെ നശിപ്പിച്ച് കളഞ്ഞേക്കണം. പക്ഷേ ഈ ബുക്കുകളെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ എല്ലാ വീടുകളിലും കാണും. എന്ന് വെച്ചാൽ ആശ്രമമായിട്ട് ബന്ധമുള്ള ബന്ധമില്ല എന്ന് വെച്ചാൽ ഒരുമാതിരി ചവറ് വാരി വിതറും പോലെയാണ് വാരി വിതറിയത്. എല്ലായിടത്തും കൊടുത്ത് പൈസ കൊടുത്ത് മേടിച്ചു എല്ലായിടത്തും. ഇത് ഞാനൊരു ഹോട്ടലിൽ ചെന്നപ്പോൾ അവിടെ കെട്ടുകണക്കിന് കിടക്കണം അവരുടെ ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ. അത് എന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ട് പോകുന്നു. ഒരു പ്രമുഖ തിരുവനന്തപുരം സിറ്റിയിലെ ഒരു പ്രമുഖ ഹോട്ടലിൽ ബണ്ടിൽ കണക്കിന്, കാരണം അവിടെ കൊണ്ട് ഡംപ് ചെയ്തിട്ട് അവരിൽ നിന്ന് സംഭാവന മേടിച്ചിട്ട് പോയെങ്കിൽ. അപ്പോൾ എന്താ പറയുക, ഇതാണ് ഈ ബുക്ക് തിരിച്ചു പിടിച്ച് കത്തിച്ച് കളയാനുണ്ടായ ഏക കാരണമല്ല, കാരണങ്ങളിൽ മർമ്മപ്രധാനമായ കാര്യം. മനസ്സിലായോ? അപ്പോൾ ഈ ബുക്കിലെ ഈ ഭാഗം ഇത് വായിച്ചിടുന്നതാണ്. മനസ്സിലായോ? അത് വായിക്കത്തക്ക രീതിയിൽ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നതുമാണ്. അപ്പോൾ ഷൈലാമ്മയുടെ അനുഭവ സാക്ഷ്യം ഇവിടെ കാണിക്കുന്നതോടൊപ്പം നവൽ ബുക്കിൽ അത് സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നതോടൊപ്പം ഞാനത് വായിച്ചു കൂടി പോവാം. കാരണം മറ്റൊന്നുമല്ല, ഇത് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് ആ വോയിസ് കേൾക്കുമ്പോൾ കാര്യം മനസ്സിലാവും. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്ന ടെക്സ്റ്റ് വായിക്കുമ്പോഴും മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഈ നവോലിയുടെ ബുക്കിൻ്റെ ആ പുറം പേജാണ് ഈ കാണുന്നത്. ഇത് കഴിയുമ്പോൾ ഈ നവോലി 236 പേജ് തുടങ്ങുന്നത് നമ്മുടെ മധുശ്രീ സ്വാമി എന്ന് പറയുന്ന പഴയ മധുവണ്ണൻ, ഗുരുവിൻ്റെ വാഹനമൊക്കെ ഓടിച്ചിരുന്ന പഴയ മധുവണ്ണൻ്റെ ആ ഒരു അനുഭവ സാക്ഷി അവസാനിക്കുന്നിടത്തു നിന്നാണ്. അതിൻ്റെ പകുതിയോടുകൂടിയാണ്, ആ പേജിൻ്റെ പകുതിയോടുകൂടിയാണ് അനശ്വര പ്രകാശമഞ്ജരിയായി ഗുരു. ഇതാണ് ഹെഡിങ്ങായിട്ട് ഷൈലാമ്മയുടെ ആ ഒരു തുടങ്ങുന്നത്. അപ്പോൾ ആ ഭാഗം എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നതിന് ഞാനത് ഗുരുവായിട്ടുണ്ടായ 1999 മെയ് 6 ഗുരുവായിട്ട് സംസാരിച്ച, എന്ന് വെച്ചാൽ ഷൈലാമ്മയുടെ ദർശന കാര്യങ്ങളും കണ്ട കാര്യങ്ങളുമൊക്കെ സംസാരിക്കുന്ന വേളയിലാണ് ഗുരുവിന് ഈ എന്താ പറയുക ദേഹവിയോഗം സംഭവിക്കുന്ന സമയം അടുക്കുന്നതും അത് സംഭവിക്കുന്നതും. അപ്പോൾ അതിനെക്കുറിച്ച് ഷൈലാമ്മയുടെ അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളത് എന്താ പറയുക വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ അത് സ്ക്രോൾ ചെയ്ത് പോസ്റ്റ് ചെയ്ത് വെച്ച് കണ്ടാൽ മതി, അത് വായിച്ചാൽ മതിയാവും. ഇല്ലെങ്കിൽ ഈ ബുക്ക് ഒട്ടനവധി സ്ഥലത്ത് നിന്ന് കിട്ടാൻ പറ്റുന്നതാണെങ്കിൽ കിട്ടി വായിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിൻ്റെ ആ ഒറിജിനലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഷൈലാമ്മയുടെ ആ ഒരു ഇതിലേക്ക് നമുക്ക് കടക്കാം, ആ അനുഭവ സാക്ഷ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഇതാണ് ശാന്തിഗിരി ശാന്തിഗിരി എന്ന് കൊടുത്തിരിക്കുന്നതാണ് മധുവണ്ണൻ്റെ ആ ഒരു അനുഭവ സാക്ഷ്യത്തിൻ്റെ ലാസ്റ്റ് ഇതാണ്. അടുത്തത് ഷൈലാമ്മയുടെ ആ ഒരു അനുഭവ സാക്ഷ്യമായ അനശ്വര പ്രകാശമഞ്ജരിയായി ഗുരു, അതാണ് ഹെഡിങ്. അതിനുശേഷം ഗുരുവിൻ്റെ ദേഹവിയോഗത്തെ സംബന്ധിച്ച് ചില സൂചനകൾ കിട്ടിയിരുന്നു. ഏറ്റവും സുതാര്യമായ പ്രകാശത്തിൻ്റെ തലത്തിൽ അതിനേക്കാൾ സുതാര്യമായ ഗുരുവിൻ്റെ രൂപം ഉയർന്നു പോകുന്നു. അതീവ സത്യപ്രകാശത്തെ ഗുരു വിവരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ വിജ്ഞാനീയ അർത്ഥത്തിൽ എടുക്കുമ്പോൾ ഗുരു അതീവ സത്യപ്രകാശത്തിനും അപ്പുറത്തേക്ക് പോകുന്നതായിട്ട് ആണ് ഞാൻ കണ്ടത്. ഗുരു ഒരു ഉത്തിരീയം ചൂടിയിട്ടുണ്ട്. അതിൽ നിറയെ പ്രകാശകരണങ്ങൾ നക്ഷത്രങ്ങൾ പോലെ ജ്വലിച്ചു നിൽക്കുന്നു. ഗുരു പ്രകാശത്തിൻ്റെ അനന്തതയിലേക്ക് പോകുന്നു. കൂട്ടത്തിൽ എനിക്കറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരിലൊക്കെ പ്രകാശങ്ങളുമുണ്ട്. എന്നാൽ ഒരു ഭാഗത്ത് ചെന്നപ്പോൾ ഗുരുവിനെ അനുഗമിച്ചിരുന്നവർ പിന്നെ യാത്ര തുടരാൻ കഴിയുന്നില്ല. എന്താ ഗുരു അവർക്കൊക്കെ ഇങ്ങോട്ട് വരാൻ കഴിയാത്തത്? ഞാൻ ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, അവർക്ക് വരേണ്ട സമയമായില്ല, പക്ഷേ എനിക്ക് പോയേ പറ്റൂ. എൻ്റെ സ്ഥാനം ഗുരുവിനും ആളുകൾക്കും ഇടയിലാണ്. ഗുരു ആദ്യ സങ്കല്പത്തിൽ ലയിക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഞാനിത് കണ്ടത്. ഈ ദർശനം ഞാൻ ഗുരുവിനോട് പറഞ്ഞപ്പോൾ ഗുരു എന്നോട് ചോദിച്ചു, നിനക്കെന്ത് തോന്നിയെന്ന്. ഗുരു വിട്ടുപോകുന്നു എന്ന് തോന്നി എന്ന് ഞാൻ പറഞ്ഞു. ഗുരു കുറേ നേരം കണ്ണടച്ച് നിന്നിട്ട് വിഷയം മാറ്റിക്കളഞ്ഞു. ഗുരു ആ സങ്കല്പത്തിൽ ലയിക്കുന്നതിൻ്റെ തലേദിവസം ഞാൻ ഗുരുവിനോട് ഒരു ദർശനം കിട്ടിയ കാര്യം പറഞ്ഞു. ഗുരു അത് കേട്ടിട്ട് ധ്യാനത്തിലെന്ന പോലെ ഇരുന്നു. അനന്തരം ഗുരുവിൻ്റെ കൈക്കുള്ളിൽ
എൻ്റെ കൈ കൂട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ തന്നെയിരുന്നു. അപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു വൈദ്യുത് പ്രവാഹം ഉണ്ടായി. എന്നിട്ട് ഗുരു പറഞ്ഞു, ആ കിട്ടിയത് അങ്ങനെ ഇരിക്കട്ടെ, നിനക്കത് പിന്നെ മനസ്സിലാവും. ഒരു വലിയ തടാകത്തിൽ ഒരു പൂന്തോണി, അതിനെ ജനനിമാരും സ്വാമിമാരും ചേർന്ന് വെള്ളത്താമരപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഗുരു കുറേ മാറി നിന്ന് അത് നോക്കുന്നു. ആ തോണി എങ്ങോട്ട് യാത്ര പുറപ്പെടാനാണെന്ന് എനിക്കറിയാം. കുറേ കഴിഞ്ഞ് ഗുരു ഒരു ജനനി രൂപത്തെ ആരുടേതെന്ന് വ്യക്തമല്ല ബ്രാക്കറ്റിൽ വിളിച്ചിട്ട് പറയുന്നു, അത് ഒരുക്കിയിട്ട് മതി, ഇനി ഒരുക്കിയാൽ എനിക്ക് താങ്ങാൻ പറ്റില്ല. പിന്നീട് ഗുരു അതിൽ കിടന്നു. എന്നിട്ട് എല്ലാവരോടും പ്രാർത്ഥിക്കുക, എന്നിട്ട് ഇത് പോകുന്നത് നോക്കിക്കൊള്ളണം. അപ്പോൾ ജനനി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അപ്പോൾ ഞങ്ങൾക്കിത് കാണാൻ പറ്റില്ല, ഞങ്ങൾ ഒന്നും ആയിട്ടില്ല, അത് ആയിക്കോളും, എനിക്ക് പോകാൻ ഇതാണ് സമയം എന്ന് പറഞ്ഞ് ഗുരു ആ തോണിയിൽ കിടന്ന് അങ്ങ് പോയി. എനിക്ക് ദർശനത്തിലൂടെ ലഭിക്കുന്ന ഗുരുവിൻ്റെ വാക്കുകൾ വ്യക്തമല്ലായിരുന്നു. അത് വ്യക്തത വരുത്തണം എന്ന് ഗുരു പറഞ്ഞിരുന്നു. സൗകര്യമുള്ളപ്പോൾ ഒന്ന് കാണണം എന്ന് ഗുരു പറഞ്ഞിരുന്നു. ഗുരു ആ സങ്കല്പത്തിൽ ലയിക്കുന്നതിന് തൊട്ട് മുൻപ് 2-3 ദിവസം വന്നിട്ടും ഗുരുവിനെ കാണാൻ പറ്റിയില്ല. മെയ് 6 എന്നെ ആളെ വിട്ട് വിളിപ്പിച്ചിരുന്നു. ഞാൻ അപ്പോൾ ഒരു ഗുരു സഹകരണ മന്ദിരത്തിൽ നിന്ന് ആളുകൾക്ക് ദർശനം നൽകുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ നമസ്കരിച്ചിട്ട് മാറിയിരുന്നു. 7 മണിയോടുകൂടി ഗുരു എണീറ്റ് ഡയസിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ പ്രസിഡന്റ് സാറ് ഭർത്താവ് ഗുരുവിനോട് പറഞ്ഞു, ഷൈല വന്ന് നിൽക്കുന്നു, ഇന്നിപ്പോൾ അവൾ കാണണ്ട, ഗുരു വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയല്ലേ, അവൾ നാളെ വന്ന് കാണട്ടെ. അപ്പോൾ ഗുരു പെട്ടെന്ന് പറഞ്ഞു, വേണ്ട, ഇന്ന് തന്നെ സംസാരിക്കണം, നാളെ പറ്റില്ല, അവൾ അവിടെ നിൽക്കട്ടെ, ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് ഉടൻ വരാം. 8:20 ഗുരു എന്നെ വിളിപ്പിച്ചു. ഞാൻ ചെന്നപ്പോൾ ഗുരു കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്, പക്ഷേ എനിക്ക് വയ്യ കൊച്ചേ എന്ന് ഗുരു പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ നാളെ വരാം ഗുരുവിന് ക്ഷീണമുണ്ട്. ഗുരു പറഞ്ഞു, അങ്ങനെയല്ല, എനിക്ക് ക്ഷീണമല്ല, പക്ഷേ ഒന്നും പറയാൻ പറ്റില്ല. അതിനുശേഷം ഗുരുവിൻ്റെ കൈകൊണ്ട് തരാൻ എന്തെങ്കിലും എടുത്ത് ഗുരുവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുവാൻ പറഞ്ഞു. ഞാൻ 4 ചെറിയ ദശകദളിപ്പഴത്തിൽ നിന്നെടുത്ത് ഗുരുവിൻ്റെ കയ്യിൽ കൊടുത്തു. വേറെ ഒന്നുമില്ലേ എന്ന് ഗുരു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഏത്തപ്പഴമുണ്ട്. എന്നോട് എന്തെടുക്കാൻ പറഞ്ഞാലും ഞാൻ ചെറിയതേ എടുത്തു കൊടുക്കൂ. നീ എന്തേ ഇങ്ങനെ, നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് വലുതായിട്ടൊന്നും വേണ്ടേ, ചെറുതു മതിയോ? അങ്ങനെയല്ല കേട്ടോ എന്ന് ഗുരു. ആ പഴം എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആ ബേസിനിൽ ഒരു രൂപം ഞാൻ കണ്ടു. 2 പല്ലികൾ ഇങ്ങനെ ക്രോസായി ഇരിക്കുന്നത് പോലെ. ചിലന്തിയാണോ അതെന്ന് വിചാരിച്ച് ഞാൻ അവിടേക്ക് പരതി. ഞാൻ നോക്കി നിൽക്കെ 1 സെക്കൻഡ് കൊണ്ട് അത് അപ്രത്യക്ഷിതമായി. ഒരു ദുസ്സൂചന പോലെ എനിക്ക് തോന്നി. ഞാൻ ഭയന്ന് ഗുരുവിനെ നോക്കി. ഗുരു ഒരു കള്ളച്ചിരി ചിരിച്ചു. ഗുരു എനിക്ക് പഴം തന്നു. ഞാനത് കഴിച്ചുകൊണ്ടിരിക്കെ ചിച്ചിലി, എൻ്റെ മൂത്ത മകൾ, ചിച്ചിലിയുടെ കാര്യം പറഞ്ഞു. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഗുരുവിനോട് അടുത്തത് എന്ന് പറഞ്ഞു. അവൾക്ക് ഒരു വലിയ നന്മ വരും എന്നും ഗുരു പറഞ്ഞു. ലക്ഷ്മിക്ക്, ഇളയ മകൾ, ആ നന്മയുണ്ട് എന്ന് പറഞ്ഞു. ഗുരു മേശയിൽ താളം പിടിക്കും പോലെ വിരകൾ അനക്കിക്കൊണ്ടിരുന്നു. ഞാൻ നോക്കി നിൽക്കെ ഗുരു ദീർഘമായിട്ട് ശ്വാസം എടുത്തു. ആദ്യം ചെറിയ തോതിൽ എടുത്തിട്ട് പിന്നെ ദീർഘശ്വാസത്തിൽ ഗതി അടുപ്പിച്ചടുപ്പിച്ച് വന്നു. ഗുരു എൻ്റെ മുഖത്ത് നോക്കി ഉറച്ചു നോക്കി നിന്നു. ഗുരുവിന് വയ്യേ ഞാൻ ചോദിച്ചു. സാരമില്ല എന്ന് മറുപടി പറഞ്ഞു. എന്നിട്ട് ഗുരു തിരിഞ്ഞു കിടന്നു. അപ്പോൾ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. എന്നിട്ട് സ്വയം എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പറ്റുന്നില്ല. ഞാൻ താങ്ങി എഴുന്നേൽപ്പിച്ചു. ഇരിക്കാൻ വയ്യ. ഗുരു വീണ്ടും കിടന്നു. ഞാൻ സഹായിച്ചു. ഗുരു ഇങ്ങനെ കണ്ണടച്ച് കൈകൂപ്പി ശാന്തമായി കിടന്നു. ആരെങ്കിലും വിളിക്കാനായി ഞാൻ പുറത്തിറങ്ങി. ഹാളിൽ സുഭദ്രാജന്യയും കുഞ്ഞിക്കണ്ണൻ സാറും കൽപ്പനാജന്യയും ഉണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു. അവർ ഓടി വന്നു. അമൃതാജന്യയും സൽപ്പർസ്വാമി ഓടി വന്നു. അപ്പോൾ രാത്രി 9 മണിയോടെ ആരാധന കഴിഞ്ഞിരുന്നു. ഹോമിയോ മരുന്ന് സൽപ്പർസ്വാമി വായിലോട്ട് ഒഴിച്ചു കൊടുത്തു. അതിനിടയിൽ ജന്നി ആയുർവേദം മരുന്ന് കൊണ്ടുവന്നു. അത് വേണ്ട എന്ന് ഗുരു ആഗ്യം കാണിച്ചു. ഗുരുവിൻ്റെ അവസാന നിമിഷങ്ങളായി എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ട് വളരെ കാലമായെങ്കിലും വളരെ അടുത്ത് ഇടഭാഗം പോയിട്ട് 8-10 വർഷമേ ആയുള്ളൂ. ഗുരുവിനെ കണ്ടത് മുതൽ വലിയ സ്നേഹമായിരുന്നു. ഞാൻ അച്ഛൻ്റെ പെറ്റായിരുന്നു. എനിക്ക് അമ്മയേക്കാൾ സ്നേഹം അച്ഛനോടായിരുന്നു. വിവാഹം കഴിഞ്ഞ് ആലപ്പുഴയിൽ നിന്ന് വന്നതിന് ശേഷം അച്ഛനെ കാണാൻ കഴിയാത്തതിൻ്റെ വിഷമമുണ്ടായിരുന്നു. ഗുരുവിനെ കാണുമ്പോൾ എല്ലാ സ്നേഹവായ്പകളും കൂടി അച്ഛനെ കാണുന്ന അനുഭവമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഗുരുവിനെ അച്ഛനെ പോലെ തന്നെ സ്നേഹിച്ചു. എന്നാലും ആദ്യത്തെ 15 വർഷത്തിലേറെ ഗുരുവുമായി ആശ്രമവുമായി ഇടപഴകാൻ എനിക്ക് തോന്നിയില്ല. അതിന് ഒരു കാരണമുണ്ട്. ആ കാരണങ്ങൾ സൂക്ഷ്മതരമാണ്. എനിക്ക്
അതിൻ്റെ ഒരു ഭാഗം എനിക്ക് ദർശനത്തിൽ കിട്ടിയിരുന്നു. അടുത്ത ഭാഗം വളരെ കാലം കഴിഞ്ഞ് ഗുരു ആ സങ്കല്പത്തിൽ ലയിച്ചതിന് ശേഷം കിട്ടി. സൂക്ഷ്മതരത്തിനാൽ അതിവിടെ വെളിപ്പെടുത്താൻ നിർവാഹമില്ല. സഹകരണ മന്ദിരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചിലവിനായി പരമ്പരയിലെ സ്ത്രീകളിൽ നിന്നും സ്വർണം സമാഹരിക്കാൻ പോയപ്പോൾ പുനലൂർ വെച്ച് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. തല പൊട്ടി രക്തം ഒരുപാട് വാർന്നുപോയി. അങ്ങനെ ആശുപത്രിയിൽ കിടന്നപ്പോൾ എനിക്ക് ബോധക്കേടുണ്ടായി. അങ്ങനെ അതിൻ്റെ കാര്യകാരണങ്ങൾ ഞാൻ കാണുകയാണ്. അതോടുകൂടി മുമ്പ് ദർശനത്തിൽ നിന്ന് അവ്യക്തമായി ലഭിച്ചിരുന്ന ശബ്ദം അശരീരി ബ്രാക്കറ്റിൽ കൂടുതൽ വ്യക്തമായി കിട്ടാൻ തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞ് ഒരു ദിവസം ഗുരുവിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഫാനിൻ്റെ കാറ്റടിച്ച് തലമുടി മുഖത്ത് കൂടി പറന്ന് വീണു. ഇത് ഞാൻ പലപ്പോഴും കൈകൊണ്ട് പുറകോട്ട് ഒതുക്കി വെച്ചുകൊണ്ടിരുന്നു. ഗുരുവിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നല്ലോ എന്നൊരു വിഷമം എനിക്കുണ്ടായി. എൻ്റെ ഈ വിഷമം ഗുരു ശ്രദ്ധിച്ചു. അതിൻ്റെ ന്യായീകരണം പോലെ ഞാൻ ഗുരുവിനോട് അന്നത്തെ ആക്സിഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇതുവരെ മുടി വളർന്നു വരാത്തത് കൊണ്ടാണെന്നും പറഞ്ഞു. ഗുരു കൈകൊണ്ട് എൻ്റെ മുടിയിൽ തൊട്ടിട്ട് ചോദിച്ചു, അന്ന് കുറേ രക്തം പോയി അല്ലേ? അത് നല്ലതാണ്. അതിന് ശേഷമാണ് എനിക്ക് നിന്നോട് കൂടുതൽ ഇഷ്ടം തോന്നിയത്. ആ രക്തം അങ്ങനെ പോകണമായിരുന്നു. അതിനുശേഷം നീ ഒരുപാട് മാറിപ്പോയി. അതിനുശേഷമല്ലേ നിനക്ക് ശബ്ദം കിട്ടുന്നതിൻ്റെ വ്യക്തത വന്നത്. അതുകൊണ്ട് നിനക്ക് അങ്ങനെ വയ്യാതെ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. അതിനുശേഷം ഗുരു എന്നെ വിളിപ്പിച്ചിട്ട് കുട്ടികളുടെ ബ്രാക്കറ്റിൽ ഗുരുമഹിമ ചുമതല ഏൽപ്പിച്ചു. അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. പെൺകുട്ടികൾ ഒന്നും ചെയ്യുന്ന രീതിയിൽ ഗുരുവിന് സന്തോഷമില്ല. നമ്മുടെ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഒരു രീതി കൊണ്ടുവരണം. അവരുടെ പാഠ്യപദ്ധതികളിൽ തന്നെ മാറ്റിയെടുക്കണം. 50 വർഷം കഴിയുമ്പോൾ ലോകം മൊത്തം കുട്ടികൾ നമ്മുടെ രീതിയിൽ മാറി വരണം എന്നൊക്കെ ഗുരു പറഞ്ഞു. 1973 ശേഷം ലോകത്ത് ജനിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഗുരുവിന് ഒരു നിശ്ചയമുണ്ട്. ഈ അടിസ്ഥാന കർമ്മം ഗുരു എന്നെ ഏൽപ്പിച്ചു. ഞാൻ 8 വയസ്സ് മുതൽ എനിക്ക് സ്ഥിരമായി ഒരു കാഴ്ച ഉണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അത് മറന്നുപോയിരുന്നു. ഗുരുവിൻ്റെ അടുത്ത് വന്ന് പുതിയ പ്രാർത്ഥനാലയവും കുംഭമേളയും കണ്ടതിന് ശേഷം ആ പഴയ കാഴ്ച എനിക്ക് ഓർമ്മ വന്നു. ഇതായിരുന്നു അന്ന് ഞാൻ കണ്ടിരുന്നത്. കൂടാതെ ഒരു വെള്ള വസ്ത്രം ധരിച്ച ആൾ എന്നെ വിളിക്കുന്നതായി ഞാൻ കണ്ടു. അത് ഒരു താലത്തിന് മുകളിൽ കുംഭത്തിന് മുകളിൽ ഒരാളിൻ്റെ ആകൃതി. ആ ആൾ എന്നെ വിളിക്കുന്നു. അതിന് ഞാൻ കിണ്ണത്തപ്പൻ എന്ന് സ്വയം പേരിട്ടു. ഞാൻ കിണ്ണത്തപ്പനെ കണ്ടു എന്ന് മറ്റുള്ളവരോട് പറഞ്ഞു. അത് ഗുരു ആയിരുന്നു. ഗുരുവിനെ കണ്ടപ്പോൾ അത് ഞാൻ തിരിച്ചറിഞ്ഞു. ഞങ്ങൾ ആശ്രമത്തിനടുത്ത് താമസിക്കാൻ വന്ന കാലത്ത് ഗുരു മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. ഒരു ദിവസം ഗുരുവിൻ്റെ കൂടെ 5-6 ആളുകളും ഉണ്ടായിരുന്നു. എല്ലാ വർഷവും അപ്പം ചുടാൻ എല്ലാവർക്കും അപ്പം ചുടാൻ മാവെടുത്തപ്പോൾ മാവ് പാത്രം മറിഞ്ഞ് പകുതി താഴെ പോയി. ബാക്കിയുള്ള മാവിൽ അപ്പം ഉണ്ടാക്കി. ജോലിക്കാരും ഉണ്ടായിരുന്നു. അവർക്ക് പോലും കൊടുക്കാൻ തികയില്ല. അപ്പോഴാണ് ഗുരുവിൻ്റെയും മറ്റുള്ളവരെയും വരവ്. എനിക്ക് വളരെ വിഷമം തോന്നിയെങ്കിലും അത് പുറത്ത് കാണിച്ചില്ല. ഞാൻ വളരെ സന്തോഷത്തോടെ ഒരു വലിയ ചിരിയുമായി ഉണ്ടായിരുന്ന അപ്പം മുഴുവൻ ഒരു പാത്രത്തിലിട്ട് ഗുരുവിനെ കഴിക്കാൻ വിളിച്ചു. അപ്പോൾ ഗുരു എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിൻ്റെ ഈ ചിരി കളയാതെ സൂക്ഷിക്കണം. പക്ഷേ അന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. വളരെ കാലം കഴിഞ്ഞ് സാന്ദർഭികമായി പറഞ്ഞു, ഭക്ഷണം അധികമൊന്നുമില്ലെങ്കിലും കൊടുക്കുന്നത് നിറവോടുകൂടി കൊടുക്കുന്നതാണ് ഐശ്വര്യം. ആ ഒരു നന്മ നിനക്കുണ്ട് എന്ന് ഗുരു പറഞ്ഞു. നീ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ ചിരി, ആ നിറവ് ഒരിക്കലും നീ കളയരുത്. കുട്ടിക്കാലം മുതൽ എനിക്ക് കൃഷ്ണനെ ഇഷ്ടമാണ്. ഒരു ദിവസം ഞാനൊരു കാഴ്ച കണ്ടു. ഈ ലോകം മൊത്തം ഇരുട്ടിലായിരിക്കുന്നു. ആ ഇരുട്ടിലൂടെ ഒരു ഹുങ്കാര ശബ്ദത്തോടെ ഒരു പ്രകാശം ഇളകി മറിഞ്ഞു വരുന്നു. പ്രകാശവും ശബ്ദവും കണ്ട് ആകെ പ്രക്ഷുബ്ധമായ അവസ്ഥ. അതിൽ നിന്നും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയായി ഉണ്ടാകുന്നു. അനവധി സൗരയൂഥങ്ങൾ മറിഞ്ഞു വരുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ അങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ വന്നിട്ട് പറഞ്ഞു, നീ പോകുന്ന വഴി സത്യത്തിൻ്റെതാണ്. ആ വഴി നിന്നെ എത്തേണ്ടടുത്ത് എത്തിക്കും. എല്ലാത്തിൻ്റെയും മഹത്വം അവിടെയുണ്ട്. എന്നിട്ട് അനവധി സന്യാസിമാരുടെയും കൃഷ്ണനും ഗുരുവിൻ്റെ അടുത്ത് വന്ന് വണങ്ങി നിൽക്കുന്നതായി ഞാൻ കണ്ടു. അതിനുശേഷം വെള്ളവസ്ത്രം ധരിച്ച ഒരമ്മ വന്ന് എന്നെ പിടിച്ച് കൃഷ്ണനോടൊപ്പം ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു. ആ അമ്മ എൻ്റെ പിതൃപരമ്പരയിൽപ്പെട്ട അമ്മയാണെന്ന് ഗുരു പറഞ്ഞു തന്നു. ഗുരു എപ്പോഴും പറയുമായിരുന്നു, നീ എന്തെങ്കിലും ചെയ്യുന്നതിൽ കൂടിയേ നിൻ്റെ കുടുംബം ശരിയാവൂ എന്ന്. ആദ്യകാലത്തൊക്കെ പ്രസിഡന്റ് സാറിന് ഗുരുവുമായി അടുക്കാൻ വൈമനസ്യം ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഗുരുവിനോട് അടുക്കും തോറും അദ്ദേഹം കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു.
ഒരിക്കൽ അതിനെ സംബന്ധിച്ച് തന്നെ എനിക്കൊരു കാഴ്ചയുണ്ടായി. സമുദ്രങ്ങളുടെ സംഗമസ്ഥാനത്ത് മല പോലെ ഉയർന്ന ഒരു സ്ഥലം. അവിടെ ഗുരു ഇരിക്കുന്നു. എല്ലാവരും ഗുരുവിനെ വണങ്ങി നിൽക്കുന്നു. ഞാൻ വളരെ കഷ്ടപ്പെട്ട് പടികൾ കയറി വരുന്നു. ഞാൻ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് കാരണം സാറ് എൻ്റെ കൂടെ വരുന്നില്ല. സാറ് തിരിഞ്ഞ് നിൽക്കുന്നത് കാണാം. അപ്പോൾ ഗുരു പറയുന്നു, നീ വാ, നീ വരുമ്പോൾ അവൻ വന്നോളൂ. ഞാൻ പടികൾ കയറാൻ തുടങ്ങുന്നു. ഞാൻ ഒരു പാദം വെൽക്കുമ്പോൾ കൂടെ മറ്റൊരു പാദവും കാണുന്നു. നോക്കിയപ്പോൾ പ്രസിഡന്റ് സാറിൻ്റെ പാദവും. വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. ഭയങ്കര മാറ്റം. പിന്നെ എന്നെ നോക്കിയതേയില്ല. നേരെ അങ്ങ് ഗുരുവിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഗുരുവിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഗുരു എന്നോട് ചോദിക്കുന്നു, ഇപ്പോൾ എന്തായി? ആര് വന്നു ആദ്യം? സഹകരണ മന്ദിരത്തിനും സമർപ്പണത്തിന് മുൻപ് ഒരു ദിവസം പ്രസ്ഥാനത്തിന് കമ്മിറ്റിയിൽ ഒരു വിഷമം വന്നപ്പോൾ ഞാൻ ഗുരുവിനോട് പറഞ്ഞു, ഇതൊക്കെ നേരെയായി കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഗുരു എനിക്കൊരു ചെറിയ പൊതി ഭസ്മം എന്നിട്ട് പറഞ്ഞു, നീ ഇത് കഴിച്ചിട്ട് ഇവിടെ ഇരുന്ന് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാണുകയാണ് കുറേ സന്യാസിമാരും മറ്റ് ആളുകളും ഗുരുവിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. അതിൽ നിന്ന് അമൃതാജന്യം വേറൊരു പ്രായം കുറഞ്ഞ ജന്യം ഇന്നിവിടെ ഉള്ളതല്ല മുന്നോട്ട് വരുന്നു. അമൃതാജിൻ്റെ വസ്ത്രം വെള്ളയുമല്ല മഞ്ഞയുമല്ല, വളരെ നേർത്ത കാവി. ജനനി മുന്നോട്ടും നടക്കുന്നു, കൂടെ ആ ചെറിയ ജന്നിയും. അപ്പോൾ ഗുരു പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഇവരിൽ കൂടി ഇനി ഇത് തിരുത്തി വന്നോളൂ. ഗുരു ആസങ്കല്പത്തിൽ ലയിച്ചതിന് ശേഷം ഒരു വലിയ പ്രതിസന്ധി പോലെ തോന്നിയ ആ അവസരത്തിൽ എനിക്ക് വലിയ വിഷാദമുണ്ടായി. അപ്പോൾ ഞാൻ കാണുകയാണ്, ആരും ഉയർന്നു വരുന്നില്ല. എല്ലാവരും ഒരുമാതിരി മങ്ങി വരുന്നു. ഞാൻ ഗുരുവിനോട് വിഷമിച്ച് ചോദിക്കുന്നു, എല്ലാവരും ഇങ്ങനെ ശിവഗിരി പോലെ ആകുമോ? അപ്പോൾ ഗുരുവിനോട് എല്ലാവർക്കും ഒരു വിശ്വാസക്കുറവ് വരുന്ന പോലെയാണല്ലോ കാണുന്നത്. അപ്പോൾ ഈ പരമ്പര എങ്ങോട്ടാണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഗുരു പറയുന്നു, നീ അതോർത്ത് വിഷമിക്കേണ്ട. എന്നിട്ട് ഒരു മുഖം എനിക്ക് കാണിച്ചു തന്നു. ഒരു പുരുഷൻ്റെ മുഖം, നല്ല തേജസ്സുള്ള, നല്ല അഴകുള്ള മൂക്കും കഷണ്ടിയുള്ള മുഖം. പക്ഷേ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, നീ ഈ മുഖം ഓർമ്മയിൽ വെച്ചോ, ഇവൻ എല്ലാം ശരിയായി നടത്തും. എന്നിട്ട് പരമ്പര വളരുന്നതും കാണിച്ചു. ഒരു വലിയ വെള്ളിപ്പക്ഷി പറക്കുന്നു. അതിൻ്റെ വെള്ളിപ്രകാശം നിറഞ്ഞു നിൽക്കുന്നു. അതിൻ്റെ തലയിൽ ഒരു വെള്ളി കിരീടവുമുണ്ട്. വെള്ളിയല്ലാത്ത മറ്റൊരു വർണ്ണങ്ങളുമില്ല. ഈ പക്ഷി പറക്കുമ്പോൾ അതിൻ്റെ തൂവലുകളെല്ലാം വിടർന്നു നിൽക്കുന്നു. താഴെ നിന്നാണെങ്കിലും ഞാനും ഇതിൻ്റെ പുറകെ പറക്കുന്നത് പോലെ തോന്നുന്നു. ഈ പക്ഷി ലോകം മുഴുവൻ പറന്നു അവസാനം കന്യാകുമാരിയിൽ വന്നിരുന്നു. എന്നിട്ട് അതിൻ്റെ തൂവലുകൾ കൊത്തിപ്പറിച്ച് ഇരുവശത്തേക്കും ഇടുന്നു. ഈ തൂവലുകൾ പറന്നു വന്ന് ഒരുമിച്ച് കൂടി ആ തൂവൽ കൂടാരത്തിൽ നിന്ന് ഒരു വെള്ളത്താമര ഉദിച്ചുയർന്നു. അതിൽ നിന്നും പ്രകാശം മൊത്തം പ്രകാശകിരണങ്ങൾ വ്യാപിച്ചു. ചിലയിടങ്ങളിൽ പ്രകാശത്തിൻ്റെ പിണരുകൾ ഉദ്ഭവിച്ച് സഞ്ചരിച്ച് ചില രാജ്യങ്ങളിൽ പെട്ടെന്ന് ചെന്നുകൂടി, ചില രാജ്യങ്ങളിൽ സാവകാശം ചെന്നുകൂടി. കോടിക്കണക്കിന് ആളുകൾ ആ പ്രകാശത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഒടുവിൽ സകലതും ആ പരമമായ പ്രകാശത്തിൽ വന്നണയുന്നു. അപ്പോൾ ഗുരു രണ്ട് കൈയും വിടർത്തി അതെല്ലാം വാരിയെടുക്കുന്നു. അതിനുശേഷം ഈ ബുക്കിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ, ആ ബുക്കിൻ്റെ അവസാന പേജാണത്. നവോലി അനുഭവം, നവജ്യോതിശ്രീ കരുണാകര ഗുരുവിൻ്റെ ചൈതന്യാമൃതം നൽകുന്ന ആനന്ദ അനുഭവം. പ്രകാശങ്ങളുടെ അവസ്ഥാന്തരങ്ങളുടെ ആഴത്തിലും ഔന്നത്യങ്ങളിലും വ്യാപ്തങ്ങളിലും സുഷിരങ്ങളിലും ആഴ്ന്നിറങ്ങുന്ന അനുഭവം. സർവം സർശിയായ രക്ഷകനായും അചഞ്ചലമായ ഉറപ്പായും സ്വയം പങ്കുവച്ചുകൊണ്ട് ആ ധർമ്മസ്വരൂപൻ പ്രാണവും പ്രകാശവും വേർതിരിക്കാനാവാത്ത വിധം ആദിധാമങ്ങളിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു. അനുഭവം, നവോലി അനുഭവം. ഇത് പറഞ്ഞുകൊണ്ട് പിന്നെ ശാന്തിഗിരി പബ്ലിക്കേഷൻ, ശാന്തിഗിരി ആശ്രമം, പോത്തങ്കോട്, കോഴിക്കോട്, തിരുവനന്തപുരം 695607 എന്ന വിലാസത്തിൽ. അതാണ് അതിൻ്റെ പുറത്തെ ഏറ്റവും ബാക്കിൽ പേജിലുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ബുക്ക് അവസാനിക്കുകയാണ്. ബുക്ക് അവസാനിക്കുകയല്ല, ഇതിൻ്റെ ശൈലാമ്മയുടെ ആ ഒരു ആത്മകഥ മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ല, ബുക്കിൻ്റെ ഇത് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ ബുക്കിൽ മർമ്മപ്രധാനമായിട്ടുള്ള ആ പോയിൻറ്റ്സുകൾ. ആശ്രമം ഈ ബുക്ക് നശിപ്പിക്കാനായിട്ട്, കത്തിച്ച് കളയാനായിട്ടുള്ള കാരണങ്ങളിൽ മർമ്മപ്രധാനമായ കാരണം എന്ന് പറഞ്ഞാൽ ആ അനുഭവം എഡിറ്റ് ചെയ്യപ്പെടാതെ ഈ ബുക്കിൽ കയറിക്കൂടിയോണ്ടാണ്. അത് അന്ന് എഡിറ്റ് ചെയ്തവരുടെ ശ്രദ്ധയിൽപ്പെടാതെയോ അല്ലെങ്കിൽ അത് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ അത് എന്താ പറയുക, അന്നേരത്തെ ഒരു തിരക്കിലൂടെയോ എന്തോ, അല്ലെങ്കിൽ ഇതൊരു
സത്യമായിട്ട് ലോകം അറിയണമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണെന്നറിയില്ല. കാരണം ദൈവത്തിൻ്റെ കയ്യൊപ്പ് പോലെ ദൈവം ചില കാര്യങ്ങൾ ചെയ്യില്ലേ. കാരണം ഒരു എന്തെങ്കിലും എവിഡൻസ് എന്തിലെങ്കിലും ഇടും എന്ന് പറഞ്ഞതുപോലെ കയറി കൂടിയ ഒരു ജീവിതാനുഭവമാണ്, ഒരു ദർശനാനുഭവമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഹൈലൈറ്റായിട്ട് പറയാനായിട്ട് ഉദ്ദേശിച്ചതും ഇത്രയും കാര്യങ്ങൾ കാണിച്ചതും ഇതിനാണ്. ഈ പേജുകൾ ശ്രദ്ധിക്കുക. ഇനി ഏതെങ്കിലും ബുക്ക്, ഇഷ്ടംപോലെ ആൾക്കാരെ ഈ ബുക്ക് ഇരിപ്പുണ്ട്. കാരണം എനിക്ക് വന്ന കോളുകളിൽ നിന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു ഇഷ്ടംപോലെ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ കോപ്പികൾ ഇപ്പോഴും വെളിയിലുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം അതിനപ്പുറമുള്ള കോളുകൾ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വിളിച്ച ആൾക്കാർ ജിജ്ഞാസയായതുകൊണ്ട് എന്താണോ ഞാൻ ഉദ്ദേശിച്ചത് ആ കാര്യം ഞാൻ ഇപ്പോൾ ഇവിടെ പറയുകയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ വരുന്നവരെ സദ്ഗുരു ശതം.